കുറച്ച് കാന്താരിമുളക് നമുക്ക് ഉപ്പിലിട്ടാലോ. അപ്പോൾ ഇതാ കാന്താരിമുളക് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഞെട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞെട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഉപ്പിലിടാറുള്ളത്. അപ്പോൾ ഇതാ ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ബോട്ടിലായിരിക്കണം എടുക്കേണ്ടത്. അതിലേക്ക് ആദ്യം ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പ് എൻ്റെ കയ്യിലുണ്ടായില്ല, അതുകൊണ്ട് പൊടിയുപ്പാണ് എടുത്തത്. അതിൻ്റെ മുകളിലേക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കാന്താരിമുളക് തന്നെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അല്പം കൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇതാ ഈ ഒരു കാന്താരിമുളക് കൊണ്ടുള്ള ചമ്മന്തി കൂട്ടിയിട്ട് കപ്പ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കാന്താരിമുളക് ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കാന്താരിമുളക് കിട്ടുമ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ.